ഈ ദിവസങ്ങളിൽ മെൻ്റലിസ്റ്റായ നിബിൻ പങ്കുവച്ച ഒരു മനോഹരമായ സംഭവം. ഓങ്കോളജിസ്റ്റായ ഡോക്ടർ മാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായി ഫ്ലൈറ്റ് എടുക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും നിമിഷങ്ങൾക്കകം കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് കാരണം തൊട്ടടുത്തുള്ള മറ്റൊരു എയർപോർട്ടിൽ അത് ലാൻഡ് ചെയ്യുകയാണ്. പക്ഷേ മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഒരു കാറ് വാടകയ്ക്കെടുത്ത് തൻ്റെ മീറ്റിംഗ് ഉള്ള സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ കാലാവസ്ഥ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അദ്ദേഹം പോലും അറിയാതെ വഴിതെറ്റിപ്പോകുന്നു. അവസാനം ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്നെത്തുമ്പോൾ അവിടെ അദ്ദേഹം ഒരു വീട് കാണുകയാണ്. ഇനി വഴി ചോദിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് കരുതി അദ്ദേഹം ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു അമ്മയും ഒരു കുഞ്ഞും മാത്രമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനി കാലാവസ്ഥ ശരിയായിട്ട് യാത്ര തുടങ്ങാം, ഇവിടെ വിശ്രമിക്കൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ആ അമ്മ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. ഈ അമ്മ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഈ ഡോക്ടറിന് അവരോട് പുച്ഛമാണ് തോന്നിയത്. അവസാനം പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ വന്ന ആ അമ്മയോട് ഈ ഡോക്ടർ ചോദിച്ചത്, പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചോ എന്നാണ്. ആ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ തൊട്ടിലിൽ കിടക്കുന്ന എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ മകന് ക്യാൻസറാണ്. ഈ ലോകത്തിൽ അവനെ രക്ഷിക്കാനായിട്ട് ലോകത്തിലെ പ്രശസ്തനായ ഡോക്ടർ മാർക്കിന് മാത്രമേ സാധിക്കൂ. ഞാൻ ആ ഡോക്ടറിനെ കണ്ടിട്ടില്ല, സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായി അത്രയും ബുദ്ധിമുട്ടിലുമാണ്. ഇത് കേട്ടപ്പോൾ ആ ഡോക്ടർ വളരെ അത്ഭുതപ്പെട്ടു. കാരണം തന്നോട് തന്നെയാണ് ഈ മാതാവ് ഇവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹം ഒന്ന് ഓടിച്ചു നോക്കി. ഫ്ലൈറ്റ് എടുക്കുകയും ഫ്ലൈറ്റിൽ പോകാൻ തടസ്സപ്പെടുകയും കാറ് വാടകയ്ക്കെടുക്കുകയും വഴിതെറ്റുകയും ഒടുവിൽ ഈ അമ്മയുടെ മുൻപിൽ എത്തിയതിനും കാരണം ഈ അമ്മയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് തന്നെയാണ്. ഈ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഈ ഭവനത്തിലേക്ക് എത്തിച്ചത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം, മടുപ്പില്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം.